എല്ലാവർക്കും അറിയാം അശ്വന്ത് എന്നെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് എടുത്തിട്ടാണ് വന്നത്. അത് സൂപ്പർമാൻ അല്ല, അത് ശ്വേത ചേച്ചിയാണ്. ഇങ്ങനത്തെ വാർത്തകൾ വരുന്നു, ഞാൻ അമ്മയുടെ ഇതിലേക്ക് വരുന്നു എന്നൊക്കെ. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് പേരിന് കുറെ അമ്മമാരും അതിനിടെയുള്ള അവിടുത്തെ കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് അജു പറഞ്ഞതിന്റെ അജുവിന്റെ ഫോർ ഗ്രൂപ്പുകാരൊക്കെ ചേർന്ന് എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ ഞാൻ അയർലൻഡിൽ അടുത്ത ലാലേട്ടൻ്റെ ഒരു ഷോവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പിന്നീട് കാണുന്ന വാർത്ത, ഞാൻ ഓൾറെഡി പ്രസിഡന്റ് ആവാൻ സന്നദ്ധത കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദിലീപേട്ട നിങ്ങളല്ല, അത് അജു വർഗീസാണ്. നിങ്ങൾ ഈ പവർ ഗ്രൂപ്പ് ചോടിയിരുന്നു, അത് അജു വർഗീസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുക. റോണി ചേട്ടൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ബിനാമി നിങ്ങളുടെ ബിനാമിയാണ്. റോണി ചേട്ടൻ ഇപ്പോഴും ഒരു S എന്നുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. അത് സൂപ്പർമാൻ അല്ല, അത് ശ്വേത ചേച്ചിയാണ്. ശ്വേത ചേച്ചി വേറെ ഏതൊക്കെ അക്ഷരമുണ്ട് നിങ്ങൾക്ക്? ഇപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാള് ശ്വേത ചേച്ചിക്ക് ഇത്രയും സപ്പോർട്ട് കാണിച്ചുകൊണ്ട് ഇവിടെ വരെ. അതുകൊണ്ട് പക്ഷെ ഞാൻ പറയാണ്, അതിനിടയിൽ പല ചർച്ചകൾക്ക് ഒടുവിൽ അജുവിനോട് പറഞ്ഞു, എടാ അമ്മയിലേക്ക് നീ വരണ്ട, അത് ഇവിടെ കുറേ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിൽ ഞാൻ പോയപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ പുള്ളിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അവിടെ. ആ പ്രസംഗത്തിനെ കുറിച്ച് പുള്ളി എൻ്റെ അടുത്ത് വളരെ വാദവരാതെ എൻ്റെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുകയും അതിനെക്കുറിച്ച് പലരും അഭിപ്രായം പറഞ്ഞ വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ജനറൽ ബോഡിയിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെ വളരെ ശക്തമായത് ഇംഗ്ലീഷിലുള്ള ഒരു പ്രസംഗമായിരുന്നു. അത് പറ്റിയിട്ടുള്ള വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പ്രസിഡന്റ് ആവണ്ട, നീ അത് വേണ്ട, CM ആവണ്ട, ഗവർണർ ആവും. ഗവർണറിന് വലിയ പണിയൊന്നുമില്ല. ഇത് അറിഞ്ഞ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ ഇല്ല വിവരക്കേടിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല. ആ വകുപ്പില്ല, ഒരിക്കലും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറസ്റ്റ് ചെയ്ത് അപ്പം തന്നെ ഇറക്കിക്കൊണ്ടിരും. ദിലീപായിട്ട് നമ്മൾ ഇറക്കും. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറയാൻ വെച്ച സാധനം ഒരിക്കലും അതിനിടയിൽ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ പ്രസിഡന്റ് ആവാൻ പോകുമ്പോഴെന്ന് കേട്ടു മോനെ, അത് ഒരിക്കലും പാടില്ല, അച്ഛൻ ഒരിക്കലും ആവാതിരുന്നതിന്റെ കാരണം നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അച്ഛനെ പോലുള്ള ആൾക്കാർ, എന്നെ പോലുള്ള ആൾക്കാർക്ക് അത് പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടക്കേണ്ടി വരുന്നു. എനിക്കത് മനസ്സിലായില്ല. പക്ഷെ CM ആയി എവിടെയും ഒതുങ്ങിക്കൂടാതിരുന്ന് ആഗ്രഹിച്ച എന്നെ അമ്മയുടെ പ്രസിഡന്റ് ആക്കി തീരൂ എന്നടങ്ങിയ വാശിയുള്ള എന്റെ മെന്ററിനെ ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കലും ആവാൻ പാടില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇവിടെ രാജിവെച്ചു. ഇനി ചിലപ്പോൾ തിരിച്ചു വന്നാലും വരും. അടുത്തതായിട്ട് പറയാനുള്ളത്, എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത്, ഒരു വിളിക്കപ്പുറം ഉള്ള ഒരാളാണ് സാക്ഷാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ. കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂവർ എന്നെക്കുറിച്ച്, എല്ലാവർക്കും അറിയാം അശ്വന്ത് എന്നെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. എന്നെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ 3 തവണ വിളിച്ചു. ലിസ്റ്റിൻ സ്റ്റീഫൻ വിളിക്കണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് അറിഞ്ഞ് ഞാൻ ഫോൺ എടുത്ത് അളിയനെ കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ സന്തോഷത്തിൽ അദ്ദേഹം ആനന്ദാശ്രയെ ഒഴിച്ചു. കാരണം ഒരു പൊട്ടനെ പറ്റി വേറെ ഏതോ ഒരു മരപ്പൊട്ടൻ പറയുകയാണെന്നുള്ള സന്തോഷമായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഉള്ളിൽ എന്ന് എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഈയിടെയായിട്ട് അദ്ദേഹം സിനിമ, അപ്പൊ ഞാൻ ചോദിച്ചു, സിനിമയൊന്നും പ്രൊഡക്ഷൻ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അളിയ, ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് തിയേറ്റർ വ്യവസായത്തിലേക്ക് പുള്ളി ഫോക്കസ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് അറിഞ്ഞു അതിനുശേഷം. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം അത് വലിയൊരു മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ വർഷവും സിനിമയുടെ എണ്ണം കുറഞ്ഞു. എല്ലാ വർഷവും 5ഉം 10ഉം സിനിമ എഴുതുന്ന ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമകളാണ് അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ തന്നെ ഓടിച്ച് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ സിനിമ ഇല്ലാത്തതുകൊണ്ട് തിയേറ്റർ വ്യവസായത്തിന് കേടുപാട് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും മകനെ മടങ്ങി വരും, പ്രൊഡക്ഷനിലേക്ക് തിരിച്ചു വരൂ, നിങ്ങളുടെ സിനിമകൾ നിങ്ങൾ തന്നെ തിയേറ്ററിലേക്ക് ഓടിക്കൂ എന്നുള്ള അഭ്യർത്ഥനയും കൊണ്ട് ലിസ്റ്റിൻ സ്റ്റീഫനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ലാസ്റ്റ് ബട്ട് ദ നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ 2 പേരുണ്ട്.
രണ്ടുപേരെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് ദിലീപേട്ടനും നവ്യയും. അതിൽ പ്രധാനമായിട്ടും ദിലീപേട്ടൻ ഒന്നുമില്ല. അച്ഛൻ പോയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു കഴിഞ്ഞ വർഷം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അവസാനം ഓടിയ പടം, ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ചിലപ്പോൾ പല പല ബന്ധങ്ങളും സിനിമ കഴിയുന്നതോടുകൂടി അത് പലപ്പോഴും ഇല്ലാതാവും. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അച്ഛൻ പോയതിനു ശേഷം ആയിക്കോട്ടെ പലരും വിളിക്കാറുണ്ട്, പലരും ചിലർ കാണണമെന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, അല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛൻ്റെ മരണസമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കാണാൻ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ എപ്പോഴും വിളിച്ച് അമ്മ ഓക്കെ അല്ലേ അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ്. അതിലിപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ 3-4 തവണ വിളിച്ച് ഞാൻ ഫോൺ എടുത്തില്ല. എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയെ ഒന്ന് കാണണം, ചേച്ചിയും കുട്ടി ഞാൻ അങ്ങോട്ട് കാവ്യനെയും കുട്ടി വരുന്നുണ്ട്, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ പോയതിനു ശേഷവും അമ്മയെ കാണാൻ വേണ്ടി അദ്ദേഹം വരാനിരുന്നാണ്. ഞാൻ കാരണം അത് മുടങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോഴും ആ കരുതലും സ്നേഹവും ഉണ്ട്, അതെപ്പോഴും ഉണ്ടാവണേ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ഇങ്ങോട്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ഇന്നലെയാണ് വിളിച്ചതിന് ഒരുപാട് വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നതിന് ഒരുപാട് സന്തോഷവും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുന്ന ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞ ഒരു നവ്യ എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എൻ്റെ ഇൻ്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ ആ ഒരു ഇതിലാണ് നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് അറിഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. നവ്യയുടെ പ്രസിഡന്റ് നമ്മളല്ല, CM ആവുന്നതുകൊണ്ട് കണ്ണു നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവുന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി.